ഹലോ മൈ ഡിയേഴ്സ്, വെൽക്കം ടു അവർ ചാനൽ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് പുതിയ SCയും RTയുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ആണ്. അപ്പോൾ ആദ്യമേ തന്നെ നമ്മൾ കലകളുമായി ബന്ധപ്പെട്ട് പാരൻ കൈമ, കോളൻ കൈമ, സ്ക്ലിറൻ കൈമ എന്നിവ പറ്റിയിട്ട് ആണ് പഠിക്കുന്നത്. അപ്പോൾ ആദ്യമേ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടത് ഇത് ഏത് രീതിയിലുള്ള സ്ട്രക്ചറാണ് ഇതിൻ്റെത്, എന്തൊക്കെ പ്രത്യേകതകളാണുള്ളത്, എന്തൊക്കെ ഫങ്ഷൻസ് ആണ് ഉള്ളത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ പ്രത്യേകം കമ്പയർ ചെയ്ത് തന്നെ പഠിച്ചു വെച്ചിരിക്കേണ്ടതാണ്. സ്ഥിരമായിട്ട് പരീക്ഷകൾക്ക് ചോദിക്കുന്നതാണ് പാരൻ കൈമ എന്ത് പ്രോസസ്സാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്, പ്രകാശ സംശ്ലേഷണവുമായി ബന്ധപ്പെട്ട പോർഷൻസ് ആണ് ഏതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, പാരൻ കൈമ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന കാര്യം പഠിച്ചു വെച്ചിരിക്കണം. അതുകൂടാതെ അവയുടെ അടുത്ത ഒരു ജോലിയാണ് ഏതെന്ന് പറഞ്ഞിരിക്കുന്നത് ആഹാര സംഭരണം എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ പ്രകാശ സംശ്ലേഷണവും അതുപോലെ തന്നെ ആഹാര സംഭരണവും ആണ് നമ്മുടെ പാരൻ കൈമയുടെ പ്രധാനപ്പെട്ട ഫങ്ഷൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഇവിടെ കോശഭിത്തി എന്ന് പറഞ്ഞിരിക്കുന്നത് കനം കുറഞ്ഞതാണ്. കോശഭിത്തി എങ്ങനെയാണ് കനം കുറഞ്ഞതാണെന്ന കാര്യം ഓർത്തുവെച്ചേക്കുക. ഇനി ഇത് കൂടാതെ ഇവയ്ക്ക് ജീവൻ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട്. ജീവനുള്ള കോശങ്ങളാണ് ഏതെന്ന് പറഞ്ഞിരിക്കുന്നത് പാരൻ കൈമയിൽ ഉള്ളത്. ഇനിയും അടുത്ത ഒരു പോയിന്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഇപ്പൊ ഇവയിലെ ചില ഭാഗങ്ങൾക്ക്, എല്ലാ കോശങ്ങൾക്കും ഇല്ല, ചില ഭാഗങ്ങൾക്ക് എന്തുണ്ട്, വിഭജിക്കാനുള്ള കഴിവ് ഉണ്ട്. വിഭജിക്കാനുള്ള കഴിവ് പാരൻ കൈമയിലെ കോശങ്ങൾക്കുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട് എന്ന കാര്യം നമ്മൾ അവിടെ പറഞ്ഞു വെച്ചിരിക്കണം. ഇനി ആ കോശാന്തര സ്ഥലങ്ങൾ ഉണ്ട്, അതായത് കോശത്തിന് ഇടയിൽ എന്തുണ്ട്, സ്ഥലങ്ങൾ അവൈലബിൾ ആണ്. കോശാന്തരത്തില്, അതായത് രണ്ട് കോശങ്ങൾക്കിടയിൽ കുറച്ച് സ്ഥലങ്ങൾ കാണപ്പെടും, കോശാന്തര സ്ഥലങ്ങൾ ഇവിടെ കാണപ്പെടുന്നുണ്ട്. അപ്പോൾ ഒന്നുകൂടെ നമുക്ക് പറയാം, പാരൻ കൈമ എന്ന് പറഞ്ഞിരിക്കുന്നത് ജീവനുള്ള കോശങ്ങളാൽ നിർമ്മിതമാണ്. ഇനി ഇതിനകത്തുള്ള ചില കോശങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇതിന്റെ ഫങ്ഷൻസ് എന്താണെന്ന് ചോദിച്ചാൽ എന്തൊക്കെ പറയണം, ഫോട്ടോസിന്തസിസും ഫുഡ് റിസർവ് ചെയ്ത് വെക്കുന്നതും അല്ലെങ്കിൽ സേവ് ചെയ്ത് വെക്കുന്നതുമാണ് ഇവയുടെ പ്രധാനപ്പെട്ട ഫങ്ഷൻസ് എന്ന് നമ്മൾ പഠിച്ചു വെക്കണം. ഇനി അടുത്തതായിട്ട് എന്തുണ്ട്, കോശാന്തര സ്ഥലങ്ങൾ കാണപ്പെടുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എസ് വേണം പറയാൻ വേണ്ടിയിട്ട്. പിന്നെ കോശഭിത്തി എങ്ങനെയാണ്, കനം കുറഞ്ഞ കോശഭിത്തി ആണെന്നും നമ്മൾ പഠിച്ചു വെക്കേണ്ടതാണ്. ഇനി നമ്മൾ അടുത്തതിലേക്ക് പോകാം, കോളൻ കൈമ. ആ മുമ്പേ പറഞ്ഞതുപോലെ തന്നെ എന്താണ്, പാരൻ കൈമയെ പോലെ ഇവയും ജീവനുള്ള കോശങ്ങളാണ്. അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഇവിടെ മുമ്പേ നമ്മൾ പറഞ്ഞു കനം കുറഞ്ഞ കോശഭിത്തി ആണെന്ന് പറഞ്ഞു. ഇവിടുത്തെ കോശഭിത്തിയുടെ പ്രത്യേകതയ്ക്കകത്ത് ഒരു പോയിന്റ് കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. എന്താണ്, സെല്ലുലോസും പെക്റ്റിനും കൂടെ ചേർന്നിട്ടാണ്. എന്താണ്, സെല്ലുലോസും പെക്റ്റിനും ചേർന്നതാണ് ഇവിടെ വരുന്നത്. എന്താണ്, സെല്ലുലോസും പെക്റ്റിനും കൂടെ ചേർന്നതാണ് ഇതിനകത്തെ കാര്യങ്ങൾ എന്ന് പറഞ്ഞെടുക്കുന്നത്. ഇനി അടുത്തതായിട്ട് കോശഭിത്തിയുടെ ചില ഭാഗങ്ങളിൽ മാത്രം കട്ടി കൂടിയിരിക്കും. കോശഭിത്തിയുടെ ചില ഭാഗങ്ങളിൽ മാത്രമാണ് കട്ടി കൂടി ഇരിക്കുന്നത്. ഇനി സസ്യങ്ങളുടെ ആകൃതി നിലനിർത്താൻ സഹായിക്കുന്നത് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരുടെ പേര് പറയണം, കോളൻ കൈമ വേണം. അപ്പൊ ഷേപ്പ് നിലനിർത്താൻ സഹായിക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ ആരുടെ പേര് നമ്മൾ പറയണം, കോളൻ കൈമ പറയണം. ഇനി ചില ഭാഗങ്ങളിൽ മാത്രമാണ് ഇതിനകത്തെ കോശഭിത്തിയുടെ കട്ടി കൂടിയിരിക്കുന്നത്. സസ്യഭാഗങ്ങളുടെ ആകൃതി നിലനിർത്താൻ സഹായിക്കുന്നു. ഇനി ഇവിടുത്തെ കോശഭിത്തിക്കാണ് കൂടുതലായിട്ടും പ്രത്യേകത ഓരോന്ന് പറഞ്ഞിരിക്കുന്നത്. ഒന്നാമത്തെ പോയിന്റും രണ്ടാമത്തെ പോയിന്റും എന്താണ്, കോശഭിത്തിയുമായി ബന്ധപ്പെട്ടാണ്. ഷേപ്പ് നിലനിർത്താൻ സഹായിക്കുന്നതും കോളൻ കൈമയാണ്. നെക്സ്റ്റ് ഇതിന്റെ എന്തുകൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് പറയണം, സെല്ലുലോസ് എന്നും പെക്റ്റിൻ എന്നും പറയണം. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അടുത്തേക്ക് പോവാം. അതായത് സ്ക്ലീറൻ കൈമ എന്ന് പറയുമ്പോൾ, അതായത് ഫസ്റ്റ് രണ്ട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു, കോളൻ കൈമയും അതുപോലെ തന്നെ പാരൻ കൈമയും ജീവനുള്ളതാണെന്ന് പറഞ്ഞു. ഇവിടെ എന്താണ്, നിർജീവമായിട്ടുള്ള കോശങ്ങൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. കോശഭിത്തി എന്താണ്, കട്ടി കൂടിയിട്ടാണ്. ഫസ്റ്റിനകത്ത് പാരൻ കൈമയിൽ നമ്മൾ പറഞ്ഞു കട്ടി കുറഞ്ഞതാണെന്ന് പറഞ്ഞു. കട്ടി കൂടിയതെന്ന് പറയുമ്പോൾ ഏത് പറയണം, സ്ക്ലീറൻ കൈമ. പ്രത്യേകിച്ച് നമ്മൾ ഈ ചിരട്ടയുടെ പോർഷൻസ് ഒക്കെ വരുമ്പം ഏതാണ്, സ്ക്ലീറൻ കൈമയാണെന്ന് ഓർത്ത് വെച്ചേക്കണം. ഇനി കോശഭിത്തിയുടെ എല്ലാ ഭാഗത്തും ഒരുപോലെ കട്ടിയുള്ളതിനാൽ സസ്യഭാഗങ്ങൾക്ക് ദൃഢതയും താങ്ങും നൽകുന്നു. ദൃഢത നൽകുന്നു എന്ന് ചോദിക്കുമ്പോൾ ആരുടെ പേര് പറയണം, നമ്മൾ സ്ക്ലീറൻ കൈമ പറയണം. അപ്പൊ ഷേപ്പ് നൽകുന്നു എന്ന് ചോദിക്കുമ്പോൾ ഏത് പറയണം, കോളൻ കൈമ എന്ന കാര്യം ഓർത്ത് വെച്ചേക്കണം. അപ്പൊ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇത് മൂന്നും കൂടെ കമ്പയർ ചെയ്തിട്ട് വേണം പഠിക്കാൻ. ജീവൻ ഉള്ളവയാണ് ആദ്യത്തെ രണ്ട് പറഞ്ഞത്, ഇത് മാത്രമാണ് നിർജീവമായിട്ട് വരുന്നത്. ഇതിന്റെ കോശഭിത്തി കട്ടി കൂടിയതാണ്. ഇനി ദൃഢത കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു സപ്പോർട്ടായിട്ടൊക്കെ നിൽക്കുന്നത് ആരാണ്, സ്ക്ലീറൻ കൈമയാണ്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ ടിഷ്യൂസ് റിലേറ്റ് ചെയ്ത് പറയുമ്പോൾ എപ്പോഴും ചോദിക്കുന്നതാണ് ഏതിനെ പറ്റിയിട്ടാണ്, യോജക കല, രക്തത്തിനെ പറ്റിയിട്ടൊക്കെയാണ് എപ്പോഴും സ്ഥിരമായിട്ട് ചോദിക്കുന്നത്. നമുക്ക് ഓരോന്നിനെ പറ്റിയിട്ടും ഡീറ്റെയിൽഡ് ആയിട്ട് ഒന്നുകൂടെ നോക്കാം. ആവരണ കലയാണ് നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത്. അപ്പൊ ആവരണ കലയിൽ നമുക്ക് ശരീരത്തിലെ പ്രതലങ്ങളെയും ആന്തരിക അവയവങ്ങളെയും പൊതിഞ്ഞു സംരക്ഷിക്കുന്ന ജോലി ആർക്കാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്,
ആവരണകല പേര് സൂചിപ്പിക്കുന്നത് പോലെ എപ്പിത്തീലിയൽ ടിഷ്യൂവിന്റെ ജോലി എന്ന് പറഞ്ഞിരിക്കുന്നത് അതിന്റെ പ്രതലങ്ങളെയും ആന്തരിക അവയവങ്ങളെയും പൊതിഞ്ഞ് സംരക്ഷിക്കുന്നുണ്ട്. ഇനി വിവിധ പദാർത്ഥങ്ങളുടെ ആഗിരണത്തെ സഹായിക്കുന്നു ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? ആവരണകല. ഇപ്പൊ നമ്മളിപ്പം ഫേസിലായാലും അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിലായാലും പറ്റുന്ന ക്രീംസ് ഒക്കെ എന്ത് ചെയ്യുന്നു? ഓട്ടോമാറ്റിക്കലി ആഗിരണം ചെയ്യുന്നുണ്ട് സ്കിൻ വഴിയിട്ട് അല്ലെ. അപ്പം ശ്ലേഷ്മം പോലെയുള്ള സ്രവങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അപ്പൊ ഇതിന്റെ പ്രധാനപ്പെട്ട സ്രവങ്ങൾ എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ശ്ലേഷ്മമാണെന്ന കാര്യം ഓർത്തിരിക്കുക. ശ്ലേഷ്മം പോലെയുള്ള സ്രവങ്ങളാണ് ആര് ഉൽപ്പാദിപ്പിക്കുന്നത്? എപ്പിത്തീലിയൽ ടിഷ്യൂ ഉൽപ്പാദിപ്പിക്കുന്നത്. ഇനി അടുത്തത് സംയോജക കല എന്ന് പറഞ്ഞിരിക്കുന്നത് ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങൾക്ക് താങ്ങു നൽകുന്നത് ഏതാണ്? സംയോജക കലയാണ്. കൂടാതെ പേരിൽ തന്നെയുണ്ട് സംയോജകം. എന്ത് ചെയ്യുന്നുണ്ട്? ബന്ധിപ്പിക്കുന്നുണ്ട്. ഏതൊക്കെയാണ്? അസ്ഥി, രക്തം, നാരുകല എന്നിവ ഏത് രീതിയിലുള്ളതാണ്? സംയോജക കലയ്ക്ക്. അതായത് യോജക കല എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, അപ്പൊ അതാണ് സംയോജക കല കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അസ്ഥി, രക്തം, നാരുകല എന്നിവ സംയോജക കലകൾക്ക് ഉദാഹരണം ആണ്. ഇനി പേശീകലയുമുണ്ട്, നാഡീകലയും ഉണ്ട്. അപ്പൊ പേശീകല എന്ന് പറയുന്നത് എന്താണ്? അതായത് പൂർവ്വസ്ഥിതി പ്രാപിക്കാനും, അതായത് ഒറിജിനൽ പൊസിഷനിലേക്ക് നമ്മളിപ്പോൾ കൈ ഇങ്ങനെ വെച്ചു, അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾക്ക് അവിടെ സഹായിക്കുന്നത് എന്താണ്? മസിൽസിന്റെ മൂവ്മെന്റ് കൊണ്ടാണ് അല്ലെ. അപ്പൊ ശരീരചലനത്തെ സഹായിക്കുന്നു ഏത് വെച്ചിട്ടാണ്? പേശീകല ഉപയോഗിച്ചിട്ടാണ് ശരീരചലനത്തെ സഹായിക്കുന്നത്. അപ്പൊ ശരീരചലനത്തെ സഹായിക്കണമെങ്കിൽ ആര് വേണം? പേശീകല വേണം. ഇനി സങ്കോചിക്കാനും പൂർവ്വസ്ഥിതി പ്രാപിക്കാനും കഴിവുള്ള കോശങ്ങളാൽ നിർമ്മിതമാണ് ഇത് പേശീകല എന്ന് പറയുന്നത്. ഇനി അടുത്തത് നാഡീകല കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? നെർവസ് സിസ്റ്റം ആണ്. സോ എന്ത് വരും? അവിടെ മെസ്സേജസ് ഒക്കെ പാസ് ചെയ്യുന്നുണ്ട്. ഇനി കംപ്ലീറ്റ് ആയിട്ട് നാഡീകല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് നിയന്ത്രിക്കുന്നു. രണ്ടുകൂടെ വേണമെങ്കിൽ കണക്ട് ചെയ്ത് വെക്കാം. പൊതുവായിട്ടുള്ള സ്റ്റുഡൻസിനൊക്കെ ആണെങ്കിൽ നാഡീകല നിയന്ത്രിക്കുന്നു, പേശീകല പൂർവ്വസ്ഥിതി പ്രാപിക്കുന്നു. അതായത് ഈ പായും കൂടെ ഓർത്തിച്ചാൽ മതി. അതായത് എല്ലാം നമുക്ക് ഓപ്ഷനകത്തൊക്കെ വരുമ്പോൾ കൺഫ്യൂഷൻ സ്റ്റേറ്റിലേക്ക് വരും. സോ പേശീകലയാണെങ്കിൽ പായും കൂടെ ചേർത്തിട്ട് പൂർവ്വസ്ഥിതി ഓർത്ത് വെച്ചേക്കാം. നാഡീകലയാണെങ്കിൽ നിയന്ത്രിക്കുന്നു, ശാരീരിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നു. നായും കൂടെ കണക്ട് ചെയ്യുക, പായും കൂടെ കണക്ട് ചെയ്യുക. കണക്ട് ചെയ്ത് ലാസ്റ്റിൽ ഒന്നും ഇല്ലാതാവരുത്. അത്യാവശ്യം നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവാത്ത രീതിയിലാണ് നമ്മൾ കണക്ട് ചെയ്തൊക്കെ പഠിച്ചു വെച്ചിരിക്കേണ്ടത്. ഓക്കെ. ശരീര ചലനത്തെ സഹായിക്കുന്നു പേശീകല, സന്ദേശവിനിമയം സാധ്യമാകുന്നു നാഡീകല. ഇനി ഇവിടെ പ്രധാനമായിട്ടും ഇത്രയും കാര്യങ്ങൾ മാത്രമേ രക്തത്തിനെ പറ്റിയിട്ടും അസ്ഥിനെ പറ്റിയിട്ടും ഒക്കെ പറഞ്ഞിട്ടുള്ളൂ. ഇതൊരു സംയോജക കലയാണെന്ന രീതിയിൽ കണക്റ്റീവ് ടിഷ്യൂ ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഏറ്റവും കൂടുതലുള്ളത് നമ്മുടെ ശരീരത്തിൽ ഏതോ ആണ്? കണക്റ്റീവ് ടിഷ്യൂ ആണെന്ന കാര്യവും പഠിച്ചു വെച്ചിരിക്കേണ്ടതാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ബേസിക് ആയിട്ടുള്ള ഒരു അവയർനെസ് ഉണ്ടാക്കിയെടുക്കേണ്ടതാണ്. പുതിയ ടെക്സ്റ്റിനകത്ത് ഇത്രയാണ് ഇതിനകത്ത് അപ്ഡേഷൻസ് വന്നിരിക്കുന്നത്. അപ്പം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ടെലഗ്രാം ചാനൽ സിജി വീഡിയോസ് അക്കാദമിയാണ്. പുതിയ സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ ജോയിൻ ചെയ്യാനാണ്. PS സംബന്ധമായിട്ടുള്ള അപ്ഡേറ്റ്സുകളൊക്കെ അവിടെ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു ആൻഡ് ലവ് യു ഓൾ.